ഇവിടെ പറയുകയുണ്ടായി 2021 ആദ്യ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത വിഷയമാണിത് എന്ന്. ശരിയാണ്. ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമുണ്ടായിരുന്നു. അതും ഇതുപോലെ വ്യാപകമല്ലെങ്കിലും കേരളത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്ന, പലരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ചില അടിയന്തര സാഹചര്യം വന്നു, ബാങ്കിൽ നിന്ന് വായ്പ എടുക്കേണ്ടി വന്നു. അതിനീടായി സ്വന്തം വീട് ഈട് കൊടുക്കുന്നു. പക്ഷേ പലവിധ കാരണങ്ങളാൽ അടക്കാൻ കഴിയാതെ വരുമ്പോൾ, തിരിച്ചടവ് മുടങ്ങുമ്പോൾ ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ ഭാഗമായി ഇത്തരം കിടപ്പാടങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ ഒഴിവാക്കുന്നു. നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, കേരളത്തിൽ വീടില്ലാത്ത, വീടാഗ്രഹിക്കുന്ന, അതൊരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം, അതിനുവേണ്ടിയാണ് നമ്മൾ ലൈഫ് മിഷൻ ആരംഭിച്ചത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ 4,70,000-ഓളം വീടുകൾ യാഥാർത്ഥ്യമായി അവിടെ ആളുകൾ താമസിക്കുകയാണ്, കുടുംബം താമസിക്കുകയാണ്. അങ്ങനെയൊരു നാട്ടിൽ ഈ പറയുന്ന ഗണത്തിൽപ്പെട്ട ഒരു കൂട്ടർ പുതുതായി വീടില്ലാത്തവരുടെ പട്ടികയിലേക്ക് വരുന്നു. അപ്പോൾ ഏക കിടപ്പാടം സംരക്ഷിക്കണം എന്ന കാര്യം ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്തു. ഒരുപാട് നിയമപ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എല്ലാവരും വിവിധ ഘട്ടങ്ങളിൽ പരാമർശിച്ച സർഫാസി ആക്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ മറികടക്കുമെന്നത്. അവസാനം കഴിഞ്ഞ നിയമസഭ ഏക കിടപ്പാട സംരക്ഷണ ബില്ല് അംഗീകരിച്ചു. സന്തോഷകരമായൊരു കാര്യം, അത് ഗവർണർ ഒപ്പിട്ട് നിയമമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം വീടുകളെ സംരക്ഷിക്കുന്നതിനിടയാക്കും. ഇതിൻ്റെ ഭാഗമായി ബാങ്കിന് അടക്കേണ്ട പൈസ അടക്കേണ്ടതില്ല എന്ന നിലയൊന്നും വരുന്നില്ല. ഉള്ളിയൊരു പ്രശ്നം, ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. ഏക കിടപ്പാടമാണെങ്കിൽ വീട്ടിൽ അവർ താമസിക്കണം. അതിനുള്ള ഉറപ്പാണ് ഇതിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമായി മാറുമ്പോൾ നമ്മുടെ നാടിന് മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഓരോന്നും നടപ്പാക്കപ്പെടുന്നുവെന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അതിൽ സന്തുഷ്ടരായിരിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളാകെയും.